പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് ഈ വീഡിയോയിൽ സയൻസുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട 20 ചോദ്യങ്ങളാണ് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ഇത് പാർട്ട് 1 ആണ് കേട്ടോ. അപ്പോൾ നമുക്കറിയാം നമ്മുടെ 12th ലെവൽ പ്രിലിമിനറിയുടെ പരീക്ഷയിൽ ഒരുപാട് സയൻസിൻ്റെ അടിപൊളി ചോദ്യങ്ങൾ വന്നിട്ടുണ്ടായിരുന്നല്ലേ. അപ്പോൾ എന്തായാലും നമുക്ക് കുറച്ചധികം ചോദ്യങ്ങളോട് പഠിക്കാം നമ്മുടെ സെക്കൻഡ് ഫേസ് എക്സാമിലേക്ക്. അപ്പോൾ ഒന്നാമത്തെ ചോദ്യം ഒന്ന് വായിച്ചേ. വൈദ്യുതിയുടെ വ്യാവസായിക യൂണിറ്റ് ഏതാണ്? ശ്രദ്ധിക്കുക, വൈദ്യുതിയുടെ വ്യാവസായിക യൂണിറ്റ് ഏതെന്നാണ് നമ്മുടെ ഒന്നാമത്തെ ചോദ്യം. കിലോ വാട്ട് അവർ ആണ് അല്ലേ. വൈദ്യുതിയുടെ വ്യാവസായിക യൂണിറ്റ് ഏതാണ്? കിലോ വാട്ട് അവർ ആണ്. അതുപോലെ തന്നെ നമുക്ക് കുറച്ച് SI യൂണിറ്റ്സ് നോക്കിയാലോ. ഒന്നെന്ന് പറയുന്നത് നീളം. ശ്രദ്ധിക്കുക, നീളമാണേ. നീളം അല്ലെങ്കിൽ ലെങ്തിൻ്റെ SI യൂണിറ്റ് എന്ന് പറയുന്നത് എന്താണ്? മീറ്റർ ആണ് അല്ലേ. നീളത്തിൻ്റെ ആണെങ്കിൽ മീറ്റർ ആണ്. പിണ്ഡം അല്ലെങ്കിൽ മാസ് ആണെങ്കിൽ എന്താണത്? കിലോഗ്രാം ആണ്. അപ്പോൾ നീളം ലെങ്ത് ആണെങ്കിൽ മീറ്റർ ആണ്, പിണ്ഡം മാസ് ആണെങ്കിൽ അത് കിലോഗ്രാം ആണ്. സമയത്തിൻ്റെ ആണെങ്കിൽ എന്താണത്? സെക്കൻഡ് ആണ് അല്ലേ. സമയമാണെങ്കിൽ സെക്കൻഡ് ആണ്. ഊഷ്മാവ് അല്ലെങ്കിൽ ടെമ്പറേച്ചർ ആണെങ്കിൽ അത് കെൽവിൻ ആണ്. ഊഷ്മാവ് അല്ലെങ്കിൽ ടെമ്പറേച്ചർ ആണെങ്കിൽ കെൽവിൻ ആണ്. വൈദ്യുത പ്രവാഹം അല്ലെങ്കിൽ കറണ്ടിൻ്റെ ആണെങ്കിൽ എന്താണ്? ആംബിയർ ആണ്. ഓക്കെ, വൈദ്യുത പ്രവാഹം അല്ലെങ്കിൽ കറണ്ട് ആണെങ്കിൽ ആംബിയർ ആണ്. എന്നാൽ പ്രകാശത്തിൻ്റെ തീവ്രത അല്ലെങ്കിൽ ലൂമിനസ് ഇൻറ്റൻസിറ്റി ആണെങ്കിൽ അത് കാൻഡില ആയിട്ട് മാറും. ഓക്കെ, അപ്പോൾ പ്രകാശ തീവ്രതയാണെങ്കിൽ അത് കാൻഡില ആയിട്ട് മാറും. കാൻഡില എന്ന് പറയുന്നത് CD എന്നാണ് പറയുന്നത് കേട്ടോ. കാൻഡില അല്ലെങ്കിൽ ലൂമിനസ് ഇൻറ്റൻസിറ്റി എന്ന് പറഞ്ഞാൽ കാൻഡില ആയിട്ട് മാറും. പദാർത്ഥത്തിൻ്റെ അളവ് അല്ലെങ്കിൽ എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ് ആണെങ്കിൽ അത് മോളായിട്ട് മാറും. ഓക്കെ അല്ലേ. അപ്പോൾ ഞാൻ ഒന്നും കൂടി പറയാം. നീളം അല്ലെങ്കിൽ ലെങ്ത് ആണെങ്കിൽ മീറ്റർ ആണ്. പിണ്ഡം അല്ലെങ്കിൽ മാസ് ആണെങ്കിൽ അത് കിലോഗ്രാം ആണ്. ഊഷ്മാവ് അല്ലെങ്കിൽ ടെമ്പറേച്ചർ ആണെങ്കിൽ അത് സെക്കൻഡ് ആണ്. വൈദ്യുത പ്രവാഹം അല്ലെങ്കിൽ കറണ്ട് ആണെങ്കിൽ അത് കെൽവിനായിട്ട് മാറും. എന്നാൽ പ്രകാശ തീവ്രത അല്ലെങ്കിൽ ലൂമിനസ് ഇൻറ്റൻസിറ്റി ആണെങ്കിൽ അത് കാൻഡിലയായിട്ട് മാറും. പദാർത്ഥത്തിൻ്റെ അളവാണെങ്കിൽ മോളായിട്ടും മാറും. ക്ലിയർ അല്ലേ? അതിൽ വേറെ സംശയങ്ങളൊന്നും ഇല്ലയെന്ന് തന്നെ പ്രതീക്ഷിച്ചുകൊണ്ട് രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് കിടക്കുകയാണ്. ഒരു കുതിരശക്തി അല്ലെങ്കിൽ ഹോഴ്സ് പവർ എന്ന് പറയുന്നത് എത്ര വാട്ട്സിന് തുല്യമാണെന്ന് ചോദിച്ചാൽ 746 വാട്ട്സിന് തുല്യമാണ്. ഒരു കുതിരശക്തി അല്ലെങ്കിൽ ഒരു ഹോഴ്സ് പവർ എന്ന് പറയുന്നത് എത്ര വാട്ട്സിന് തുല്യമാണ്? 746 വാട്ട്സിന് തുല്യമാണ്. പോളിയോ വാക്സിൻ അല്ലെങ്കിൽ കുത്തിവയ്പ്പ് ഉണ്ടാക്കിയ ശാസ്ത്രജ്ഞനാരെന്ന് ചോദിച്ചാൽ ജോനാസ് സാർക്കാണ് കേട്ടോ. അപ്പോൾ പോളിയോ വാക്സിൻ കുത്തിവയ്പ്പ് ഉണ്ടാക്കിയ ശാസ്ത്രജ്ഞനാരെന്ന് ചോദിച്ചാൽ അതാരാണ്? ജോനാസ് സാർക്കാണെന്ന് അറിഞ്ഞിരിക്കുക. ഓക്കെ, പോളിയോ വാക്സിൻ ജോനാസ് സാർക്കാണ്. സൗരകേന്ദ്ര സിദ്ധാന്തം ആവിഷ്കരിച്ചത് ആരാണ്? സോളാർ സെൻട്രിക് തിയറി അല്ലേ. അപ്പോൾ സൗരകേന്ദ്ര സിദ്ധാന്തം ആവിഷ്കരിച്ചത് ആരാണ്? കോപ്പർനിക്കസ് ആണ് അല്ലേ. അപ്പോൾ ആറ്റത്തിൻ്റെ സൗരയുധ മോഡൽ കണ്ടുപിടിച്ചത് ആരാണ്? അത് റൂദർഫോർഡ് ആണ് അല്ലേ. അപ്പോൾ സൗരകേന്ദ്ര സിദ്ധാന്തമാണെങ്കിൽ അത് കോപ്പർനിക്കസും ആറ്റത്തിൻ്റെ സൗരകേന്ദ്രീകൃത മോഡലാണെങ്കിൽ അത് റൂദർഫോർഡുമാണെന്ന് അറിഞ്ഞിരിക്കുക. ഓക്കെ അല്ലേ. ഓക്കെ, നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് കിടക്കാം. നീലവിപ്ലവം ഏത് കൃഷിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? നീലവിപ്ലവം നമുക്കറിയാലോ, ഇതുമായിട്ട് ബന്ധപ്പെടുത്തിയൊരു ചോദ്യം ഉണ്ടായിരുന്നല്ലേ. അപ്പോൾ നീലവിപ്ലവം ഏത് കൃഷിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് ചോദിച്ചാൽ മത്സ്യകൃഷിയാണ് അല്ലേ. ധവള വിപ്ലവമാണെങ്കിൽ അത് പാലുൽപാദനമാണ് അല്ലേ. അപ്പോൾ ആദ്യത്തെ കൃത്രിമ പ്ലാസ്റ്റിക് ഏതെന്ന് ചോദിച്ചാൽ അത് ഏതാണ്? ബേക്കലൈറ്റ് ആണ്. ആദ്യത്തെ കൃത്രിമ പ്ലാസ്റ്റിക് ചോദിച്ചാൽ ബേക്കലൈറ്റ് ആണ്. അപ്പോൾ ഏഴാമത്തെ ചോദ്യത്തിലേക്ക് പോകുന്നതിന് മുന്നേ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ ലൈക്ക് ചെയ്ത് കാണുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തീർച്ചയായിട്ടും വീഡിയോ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, ഏഴാമത്തെ ചോദ്യം. ഏത് വിളയുടെ അത്യുൽപാദന ശേഷിയുള്ള ഇനമാണ് പന്നിയൂർ 1? നമുക്ക് വളരെ സിമ്പിളായിട്ട് കണ്ടെത്താൻ പറ്റും. ഏതാണ്? കുരുമുളകാണ് അല്ലേ. കുരുമുളകാണ് പന്നിയൂർ 1. പ്രമേഹം ഏത് ഹോർമോണിൻ്റെ കുറവ് മൂലമാണ് ഉണ്ടാകുന്നത് എന്നാണ് അടുത്ത ചോദ്യം. പ്രമേഹം ഏത് ഹോർമോണിൻ്റെ കുറവ് മൂലമാണ് ഉണ്ടാകുന്നതെന്ന് ചോദിച്ചാൽ അത് ഇൻസുലിനാണെന്ന് അറിഞ്ഞിരിക്കുക. നമുക്കറിയാം ഷുഗർ അല്ലേ. അപ്പോൾ പ്രമേഹം ഏത് ഹോർമോണിൻ്റെ കുറവ് മൂലമാണ് ഉണ്ടാകുന്നത്? ഇൻസുലിൻ്റെതാണ്. ലെൻസിൻ്റെ പവർ അളക്കുന്ന യൂണിറ്റ് ഏതാണ്? വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ്. ലെൻസിൻ്റെ പവർ അളക്കുന്ന യൂണിറ്റ് ചോദിച്ചാൽ അത് ഡയോപ്റ്റർ ആണ്. ഞാൻ ഒന്നും കൂടി പറയാം. നീലവിപ്ലവം ഏത് കൃഷിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് ചോദിച്ചാൽ മത്സ്യകൃഷിയാണ്. ആദ്യത്തെ കൃത്രിമ പ്ലാസ്റ്റിക് ഏതെന്ന് ചോദിച്ചാൽ ബേക്കലൈറ്റ് ആണ്. ഏത് വിളയുടെ അത്യുൽപാദന ശേഷിയുള്ള ഇനമാണ് പന്നിയൂർ എന്ന് ചോദിച്ചാൽ കുരുമുളകാണ്. പ്രമേഹം ഏത് ഹോർമോണിൻ്റെ കുറവ് മൂലമാണ് ഉണ്ടാകുന്നതെന്ന് ചോദിച്ചാൽ അത് ഇൻസുലിനാണ്. ലെൻസിൻ്റെ പവർ അളക്കുന്ന യൂണിറ്റ് ചോദിച്ചാൽ ഡയോപ്റ്റർ ആണ്. അടുത്ത ചോദ്യം ശ്രദ്ധിക്കുക. റബ്ബർ പാല് ഘനീഭവിക്കുവാൻ വേണ്ടി ചേർക്കുന്ന ആസിഡ് ഏതാണ്? ഏത് ആസിഡാണ്? നമുക്കറിയാം ഫോർമിക് ആസിഡാണ് അല്ലേ. ഫോർമിക് ആസിഡാണ്. വളരെ സിമ്പിളായിട്ട് നമുക്ക് അറിയാമെന്നുള്ള ചോദ്യം തന്നെയാണ്. റബ്ബർ പാല് ഘനീഭവിക്കുവാനായിട്ട് വേണ്ടി ചേർക്കുന്ന ആസിഡ് ചോദിച്ചാൽ ഫോർമിക് ആസിഡാണ്. അപ്പോൾ നമുക്ക് ഈ 10 ചോദ്യങ്ങൾ ഒന്നും കൂടി വായിക്കാം.
വൈദ്യുതിയുടെ വ്യാവസായിക യൂണിറ്റ് ചോദിച്ചാൽ കിലോ വാട്ട് അവർ ആണ് അല്ലേ, കിലോ വാട്ട് അവർ ആണ് വൈദ്യുതിയുടെ വ്യാവസായിക യൂണിറ്റ്. എന്താണ്? കിലോ വാട്ട് അവർ ആണെന്ന് പറഞ്ഞു. അതുകൂടാതെ നമ്മൾ കുറച്ചധികം എക്സ്ട്രാ യൂണിറ്റുകൾ കൂടി നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതെല്ലാം നിങ്ങൾക്ക് ഓർമ്മയുണ്ടെന്ന് തന്നെ പ്രതീക്ഷിക്കുന്നു. നീളത്തിൻ്റെ ആണെങ്കിൽ മീറ്റർ, അല്ലെങ്കിൽ പിന്നെ പിണ്ഡത്തിൻ്റെ ആണെങ്കിൽ കിലോഗ്രാം, സമയത്തിൻ്റെ ആണെങ്കിൽ സെക്കൻഡാണ്, ഊഷ്മാവാണെങ്കിൽ കെൽവിനാണ്, വൈദ്യുത പ്രവാഹം ആംബിയറാണ്, പ്രകാശ തീവ്രത ക്യാൻഡിലയാണ്, പദാർത്ഥത്തിൻ്റെ അളവാണെങ്കിൽ മോളാണ് അല്ലേ. ഒരു കുതിരശക്തി എത്ര വാട്ട്സിന് തുല്യമാണ്? 746 വാട്ട്സിന് തുല്യമാണ് ഒരു കുതിരശക്തി. ജോനാസ് സാർക്ക് എന്ത് കണ്ടുപിടിച്ചു? പോളിയോ വാക്സിൻ കണ്ടുപിടിച്ചതാണ് ജോനാസ് സാർക്ക്. സൗരകേന്ദ്രീകൃത സിദ്ധാന്തം കണ്ടുപിടിച്ചത് കോപ്പർനിക്കസ് ആണ്. ആറ്റത്തിൻ്റെ സൗരകേന്ദ്രീകൃത സിദ്ധാന്തം കണ്ടുപിടിച്ചത് റൂതർഫോർഡ് ആണ്. നീലവിപ്ലവം എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ചോദിച്ചാൽ മത്സ്യകൃഷിയുമായി ബന്ധപ്പെട്ടതാണ് നീലവിപ്ലവം നമ്മൾ പറഞ്ഞു. ആദ്യത്തെ കൃത്രിമ പ്ലാസ്റ്റിക് ബാക്കലൈറ്റ് ആണെന്ന് പറഞ്ഞു. പിന്നെ ഏത് വിളയുടെ ഉൽപ്പാദനശേഷിയുള്ള ഇനമാണ് പന്നിയൂരെന്ന് ചോദിച്ചാൽ കുരുമുളകാണ്. പ്രമേഹം ഉണ്ടാകുന്നത് ഏത് ഹോർമോണിൻ്റെ കുറവ് മൂലമാണെന്ന് ചോദിച്ചാൽ അത് ഇൻസുലിനാണ്. ലെൻസിൻ്റെ പവർ അളക്കുന്ന യൂണിറ്റ് ഡയോപ്റ്റർ ആണെന്ന് പറഞ്ഞു. റബ്ബർ പാല് ഘനീഭവിക്കുവാൻ വേണ്ടി ചേർക്കുന്ന ആസിഡ് ഏതാണ്? അത് ഫോർമിക് ആസിഡ് ആണല്ലേ. അടുത്ത് നമുക്കൊരു 10 ചോദ്യങ്ങളും കൂടി പഠിക്കാം. ഇനി പറയുന്നവയിൽ ഏതാണ് ഡോഗ് സ്റ്റാർ എന്നറിയപ്പെടുന്നത്? ഇതെല്ലാം PSC കാരണം ചോദിച്ച ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ, റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് ആണ്. അതാണ് ഇനി പറയുന്നവ എന്നൊക്കെ ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഏത് സ്റ്റാറിനെയാണ് നമ്മൾ ഡോഗ് സ്റ്റാർ എന്നറിയപ്പെടുന്നതെന്ന് ചോദിച്ചാൽ അത് സിറിയസ് ആണെന്ന് അറിഞ്ഞിരിക്കുക കേട്ടോ. അപ്പോൾ സിറിയസ് എന്ന് പറയുന്ന സ്റ്റാറിനെയാണ് നമ്മൾ ഡോഗ് സ്റ്റാർ എന്നറിയപ്പെടുന്നത്. ഏതിനെയാണ്? സിറിയസിനെയാണെന്ന് അറിഞ്ഞിരിക്കുക. കോശത്തിലെ ആത്മഹത്യാസഞ്ചികൾ എന്നറിയപ്പെടുന്നത് എന്തിനെയാണ്? ലൈസോസോമുകളെയാണ് അല്ലേ. കോശത്തിലെ ആത്മഹത്യാസഞ്ചികൾ എന്നറിയപ്പെടുന്നത് ലൈസോസോമുകളെയാണ് കോശത്തിലെ ആത്മഹത്യാസഞ്ചികൾ എന്ന് അറിയപ്പെടുന്നത്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കണ്ടൽ വനങ്ങളുള്ള സംസ്ഥാനം നമുക്കറിയാം പശ്ചിമ ബംഗാളാണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കണ്ടൽ വനങ്ങളുള്ള സംസ്ഥാനം ചോദിച്ചാൽ അത് പശ്ചിമ ബംഗാളാണ് എന്ന് നമുക്കറിയാം. അടുത്ത ചോദ്യം ഒന്ന് ശ്രദ്ധിച്ചേ. ആധുനിക ആവർത്തന പട്ടികയുടെ പിതാവ് ആരാണ്? ഓക്കെ, ആധുനിക ആവർത്തന പട്ടികയുടെ പിതാവ് ആരാണെന്നാണ് നമ്മുടെ 14ാമത്തെ ചോദ്യം. അതിൻ്റെ ഉത്തരം ഞാൻ കൊടുത്തിട്ടില്ല കേട്ടോ. അപ്പോൾ അതിൻ്റെ ഉത്തരം നിങ്ങൾ കമൻറ്റ് അയച്ച് അറിയിക്കുക കേട്ടോ. അപ്പോൾ ആധുനിക ആവർത്തന പട്ടികയുടെ പിതാവ് ആരാണെന്ന് നിങ്ങൾ കണ്ടെത്തി എനിക്ക് എന്ത് ചെയ്യുക? കമൻറ്റായിട്ട് പറഞ്ഞു തരിക. ഓക്കെ അല്ലേ. അടുത്ത ചോദ്യം, തരംഗ സിദ്ധാന്തം ആവിഷ്കരിച്ചത് ആരാണ്? ക്രിസ്ത്യൻ ഹൈജൻസ് ആണ് കേട്ടോ. തരംഗ സിദ്ധാന്തം കണ്ടെത്തിയത് ആരാണ്? ക്രിസ്ത്യൻ ഹൈജൻസ് ആണ് തരംഗ സിദ്ധാന്തം കണ്ടെത്തിയത്. ഊർജ്ജം എന്ന വാക്ക് ആദ്യമായി ഉപയോഗിച്ചത് ആരാണ്? തോമസ് യങ് ആണ് അല്ലേ. ഊർജ്ജം എന്ന് പറയുന്ന വാക്ക് ആദ്യമായി ഉപയോഗിച്ചത് തോമസ് യങ് ആണ്. യങ്ങായിട്ടുള്ള ആൾക്കാർക്ക് ഊർജ്ജം കൂടുതലായിരിക്കും. കണ്ണിൽ പ്രതിബിംബം രൂപപ്പെടുന്ന ഭാഗം എവിടെയാണ്? റെറ്റിനയാണ് അല്ലേ. റെറ്റിനയ്ക്ക് അല്ലെങ്കിൽ റെറ്റിനയുടെ വളർച്ച അല്ലെങ്കിൽ അതിൻ്റെ എനർജിക്ക് സഹായിക്കുന്ന വൈറ്റമിൻ ചോദിച്ചാൽ അത് ഏതാണ്? വൈറ്റമിൻ എ ആണല്ലേ. അപ്പോൾ കണ്ണിൽ പ്രതിബിംബ രൂപീകരണം നടക്കുന്ന ഭാഗം ചോദിച്ചാൽ റെറ്റിനയാണ്. pH സ്കെയിൽ കണ്ടുപിടിച്ചത് ആരെന്ന് ചോദിച്ചാൽ അത് സൊറാൻസൺ ആണല്ലേ. സൊറാൻസൺ ആണ് pH സ്കെയിൽ കണ്ടുപിടിച്ചത്. അതുപോലെ തന്നെ റെയർ വ്യൂ മിററായിട്ട് ഉപയോഗിക്കുന്നത് ഏത് ദർപ്പണമാണെന്ന് ചോദിച്ചാൽ അത് ഏത് ദർപ്പണമാണ്? കോൺവെക്സ് ദർപ്പണമാണ് അല്ലേ. റെയർ വ്യൂ മിററായിട്ട് ഉപയോഗിക്കുന്നത് ഏത് ദർപ്പണമാണ്? കോൺവെക്സ് ദർപ്പണമാണ്. ഹൈഡ്രജൻ കണ്ടുപിടിച്ചത് ആരാണ്? ഹെൻറി കാവൻഡിഷ് ആണ് എന്ത് ചെയ്യുന്നത്? ഹൈഡ്രജൻ കണ്ടുപിടിച്ചത്. ഓക്സിജൻ ആണെങ്കിൽ അതാരാണ്? ജോസഫ് പ്രീസ്ലി ആണ് അല്ലേ. ഓക്കെ, നമുക്ക് ഇപ്പോൾ പറഞ്ഞ 10 ചോദ്യങ്ങളൊന്നും കൂടി നോക്കാം. ഡോഗ് സ്റ്റാർ എന്നറിയപ്പെടുന്ന ഏതെന്ന് ചോദിച്ചാൽ സിറിയസ് ആണ്. കോശത്തിലെ ആത്മഹത്യാസഞ്ചികൾ ഏതാണ്? ലൈസോസോമാണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കണ്ടൽ വനങ്ങളുള്ള സംസ്ഥാനം പശ്ചിമ ബംഗാളാണ്. അടുത്ത ചോദ്യം ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ടതാണ്. ആധുനിക ആവർത്തന പട്ടികയുടെ പിതാവ് ആരാണെന്ന് കണ്ടെത്തി കമൻ്റായിട്ട് അറിയിക്കുക. തരംഗ സിദ്ധാന്തം കണ്ടുപിടിച്ച ആരെന്ന് ചോദിച്ചാൽ ക്രിസ്ത്യൻ ഹൈജൻസ് ആണ്. ഊർജ്ജം എന്ന് പറയുന്ന വാക്ക് ആദ്യമായി ഉപയോഗിച്ച ആരെന്ന് ചോദിച്ചാൽ തോമസ് യങ് ആണ്. കണ്ണിൽ പ്രതിബിംബ രൂപീകരണം നടക്കുന്ന ഭാഗം ചോദിച്ചാൽ റെറ്റിനയാണ്. pH സ്കെയിൽ കണ്ടുപിടിച്ചത് സൊറാൻസൺ ആണ്. റെയർ വ്യൂ മിററായി ഉപയോഗിക്കുന്ന ദർപ്പണം കോൺവെക്സ് ദർപ്പണമാണ്. ഹൈഡ്രജൻ കണ്ടുപിടിച്ചത് ഹെൻറി കാവൻഡിഷ്. അതേസമയം ഓക്സിജൻ കണ്ടുപിടിച്ചത് ജോസഫ് പ്രീസ്ലി ആണല്ലേ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ വളരെയധികം ക്ലിയർ ആണെന്ന് തന്നെ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ നമുക്ക് ഒരു 20 ചോദ്യങ്ങളും കൂടി നാളത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ എന്തായാലും ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് വളരെയധികം ഫലപ്രദമായി എന്ന് തന്നെ വിശ്വസിക്കുന്നു. ഇഷ്ടമായെങ്കിൽ എന്ത് ചെയ്യുക? ലൈക്ക് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റായിട്ട് അറിയിക്കാനായിട്ടും മറക്കരുത്. നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് കൂടി ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ എന്തായാലും നമുക്ക് പുതിയൊരു വീഡിയോ ക്ലാസ്സൊക്കെ ആയിട്ട് ഉടനെ തന്നെ കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ ബൈ, ഗുഡ് ബൈ, ടേക്ക് കെയർ.